ഹായ്, ഇന്ന് നമ്മളൊരു തോക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഐഡിയ ഒന്നും അല്ല, കാരണം യൂട്യൂബിൽ 100 കണക്കിന് വീഡിയോസ് ഉണ്ട്, തോക്ക് ഉണ്ടാക്കുന്ന വീഡിയോസ് ഉണ്ട്, ഇംഗ്ലീഷ് വീഡിയോസുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹമാണ് ഇങ്ങനെ. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ആഗ്രഹമുണ്ട്, ഇങ്ങനെ ഒരു തോക്ക് ഉണ്ടാക്കി നോക്കണം എന്നുള്ള ആഗ്രഹം കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു തോക്ക് ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് മരത്തിൻ്റെ പീസും അതേപോലെ തന്നെ ഓടമുളയാണ്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു തോക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക്. അപ്പോൾ അത് ആദ്യം നമ്മൾ എടുക്കുന്നത് ഇതേപോലെ ഒരു മരത്തിൻ്റെ പീസാണ്, കുറച്ച് കനമുള്ള മരത്തിൻ്റെ പീസാണ്. അപ്പോൾ ഇത് നമുക്കൊരു എൽ ഷേപ്പിൽ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതാ നമ്മളത് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അത് എൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം. പിന്നെ നമുക്ക് ഈ ഭാഗത്ത് ചെറുതായിട്ടൊന്നും കൂടി കട്ട് ചെയ്തെടുക്കണം. അതായത് കുറച്ച് കനം കുറച്ചൊക്കെ നമുക്കിതൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഈ ഉൾഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നന്നായിട്ടിത് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഈ മുൻഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒരു കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ കട്ട് ചെയ്ത ഭാഗത്ത് തന്നെ നമുക്ക് ഇവിടെ ഒരു ഹോള് തയ്യാറാക്കണം. ഇതേപോലെ നീളത്തിലുള്ള ഒരു ഹോള് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ആ ഹോള് നമ്മൾ തയ്യാറാക്കി. ഇനി നമ്മളിതാ ഇതേപോലെയുള്ള ഒരു ഓടമുളയുടെ പീസ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുകളിൽ നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സൈഡ് ഭാഗത്തൂടെ നമുക്കൊന്ന് ഹോള് തയ്യാറാക്കിയെടുക്കണം. ഒരു നീളത്തിലുള്ള ഹോള് നമുക്ക് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അത് ഓടമുളയിൽ നമ്മൾ നീളത്തിലുള്ള ഹോള് തയ്യാറാക്കി. അപ്പോൾ അത് രണ്ട് ഭാഗത്തും നമ്മൾ ഇതേപോലെ ഹോള് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം, അതായത് നമ്മൾ മരത്തിൻ്റെ പീസിൽ ഹോള് തയ്യാറാക്കിയതിന് കറക്റ്റായിട്ട് നമുക്ക് ഈ ഓടമുളയിലും ഹോള് തയ്യാറാക്കിയെടുക്കണം. ഇനി ഇതേപോലെ ഒരു ചെറിയ മരത്തിൻ്റെ പീസ് എടുത്തിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് ഇതേപോലെ ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. അത് നമ്മുടെ കാഞ്ചിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഹോളുകളൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മുടെ കാഞ്ചിയിൽ നമ്മളിതാ ഒരു സൈക്കിൾ കമ്പിത ഇതേപോലെ വളച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആ കാഞ്ചിയിൽ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ. അപ്പോൾ അത് ചൂണ്ടൽക്കയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കെട്ടി ബലപ്പെടുത്തി എടുത്തത്. ആ ചൂണ്ടൽക്കയറിൻ്റെ കെട്ട് അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ ഫെവിക്കോളിൻ്റെ വുഡ് ഉപയോഗിച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചതിന് ശേഷമാണ് ബാക്കി കൂടുതലുള്ള കയർ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി നമുക്ക് ഈ കാഞ്ചി ഇതിൽ ഫിറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഒരു ഹോള് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഹോളിലേക്ക് നമ്മൾ കമ്പിയുടെ ഒരു ഭാഗം വളച്ച് അതിലേക്ക് കയറ്റിയിട്ടുണ്ട്. അതിനുശേഷം അത് ഗമ്മ് ഉപയോഗിച്ചിട്ട് നമ്മളത് അവിടെ നന്നായിട്ട് ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ കാഞ്ചി റെഡിയായി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മുടെ ഓടമുളയുടെ പീസ് നമുക്ക് ഇതേപോലെ ഫിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതും നമ്മൾ ഹോള് തയ്യാറാക്കിയതിന് ശേഷം മരത്തിൻ്റെ വുഡിൻ്റെ പീസിലും അതേപോലെ തന്നെ ഓടയുടെ പീസിലും ഹോളുകൾ തയ്യാറാക്കിയതിന് ശേഷം നമ്മളത് ചൂണ്ടൽ കയർ ഉപയോഗിച്ച് തന്നെയാണ് കെട്ടി ബലപ്പെടുത്തി എടുക്കുന്നത്. അപ്പോൾ അത് മരത്തിൻ്റെ പീസിലും അതേപോലെ തന്നെ ഓടയുടെ പീസിലും നമ്മൾ ഹോളുകൾ തയ്യാറാക്കി. ഇനി നമുക്കത് കെട്ടി, അതായത് ചൂണ്ടൽ കയർ ഉപയോഗിച്ച് കെട്ടി നമുക്ക് ഇതേപോലെ ഫിറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ ഓടമുളയും നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു. അപ്പോൾ മുൻഭാഗത്ത് 2 ഭാഗത്തായിട്ട് നമ്മൾ ചൂണ്ടൽക്കയർ കൊണ്ട് കെട്ടി, ബാക്ക് ഭാഗത്ത് നമ്മളിതാ അതിനുള്ളിലൊരു വുഡിൻ്റെ പീസ് കൊടുത്തതിന് ശേഷം അതാ സ്ക്രൂ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ഫിറ്റ് ചെയ്തത് ബാക്ക് സൈഡിൽ. ഇനി നമുക്കിതാ മുൻഭാഗത്ത് ഇതാ ഇതേപോലെ ഒരു ഓടമുളയുടെ ചെറിയ പീസ് നമ്മളിതാ മുൻഭാഗത്ത് ഇതേപോലെ ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഗമ്മ് ഉപയോഗിച്ചിട്ട് അത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മളിതാ ഇതേപോലെ ഒരു മരത്തിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇതിനുള്ളിലൂടെ നമുക്ക് വലിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ 2 ഓടയുടെ പീസും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഇതിനുള്ള റബ്ബറാണ്. അപ്പോൾ ഇത് നമ്മൾ തെറ്റാലിക്കൊക്കെ വരുന്ന റബ്ബറിൻ്റെ പീസ് നമ്മൾ ഇതേപോലെ വാങ്ങിയതാണ്. 30 രൂപ കൊടുത്താൽ ഇതേപോലെ 1 മീറ്റർ നീളത്തിലുള്ള ഒരു പീസ് നമുക്ക് കിട്ടും. അപ്പോൾ അത് നമ്മൾ ഇതിനുള്ളിൽ നമ്മൾ ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു സൈഡിൽ നമ്മൾ റബ്ബർ ഫിറ്റ് ചെയ്തു. അതിനുശേഷം അതിനുള്ളിൽ വെച്ചതിന് ശേഷം നമ്മളിതാ മുൻഭാഗത്തേക്ക് വെച്ചിട്ട് ഇതിനുള്ളിലേക്ക് മടക്കി ഒട്ടിക്കുന്ന രീതിയിൽ നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മുൻഭാഗത്തെ ഹോളിലേക്ക് നമ്മളിത് ഇതേപോലെ മടക്കി ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ നമുക്ക് രണ്ടാമത്തെ സൈഡിലും ഇതേപോലെ തന്നെ റബ്ബർ കുടുക്കിയെടുക്കണം. അതിന് ശേഷമാണ് നമുക്ക് ആ മുൻഭാഗത്തെ ഹോളിലേക്ക് വെച്ചിട്ട് 2 ഭാഗവും മടക്കി ഒട്ടിക്കേണ്ടത്. അപ്പോൾ അത് റബ്ബറിൻ്റെ ഒരു ഭാഗം നമ്മൾ നമ്മുടെ മരത്തിൻ്റെ പീസിലും മറ്റേ ഭാഗം നമ്മൾ മുൻഭാഗത്ത് ആ ഹോളിലേക്ക് നമ്മൾ മടക്കി ഒട്ടിച്ചെടുത്തു. പിന്നീട് ഒരു ചെറിയ മുളയുടെ പീസ് എടുത്തിട്ട് നമ്മൾ അതിനുള്ളിൽ നമ്മളത് ഫിറ്റ് ചെയ്ത് ഗമ്മ് അപ്ലൈ ചെയ്ത് നന്നായിട്ടത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ തോക്കിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. മുൻഭാഗത്ത് നമ്മളൊരു മരത്തിൻ്റെ പീസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ വുഡ് പീസ് വരുന്നതിൻ്റെ അടിഭാഗത്ത് നമ്മളൊരു ഓടയുടെ പീസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അമ്പ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് ബാക്ക് ഭാഗത്ത് ആ വുഡ് പീസിൽ നമ്മൾ ഇതേപോലെ ഒരു PVC-യുടെ പീസ് നമ്മൾ ഇതേപോലെ ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ റബ്ബർ കുടുക്കിയ ഭാഗമാണ് നമുക്ക് പിറകോട്ട് വലിച്ച് കൊടുക്കാനുള്ളത്. ഇനി നമുക്ക് കാഞ്ചി അമർത്തി പിടിച്ചതിന് ശേഷം നമുക്ക് ഈ റബ്ബറിൻ്റെ ഭാഗം നമുക്ക് വലിച്ച് കൊടുക്കുക, ആ കുളത്തിലേക്ക് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അമ്പ് വെച്ച് കൊടുത്ത് നമുക്ക് ഇത് പരീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ തോക്ക് അടിപൊളിയല്ലേ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ്ട്, ഇത് കാരണം കുട്ടികളെയൊന്നും ഇത് ഉണ്ടാക്കിയാലും നമ്മൾ കുട്ടികളെയൊന്നും കൊടുക്കരുത്. കാരണം നമ്മൾ വിചാരിച്ചതുപോലല്ല, നല്ല ശക്തി ഉണ്ട് ഇതിന്. അപ്പോൾ ഇത് തുളഞ്ഞ് കയറിയിട്ടൊക്കെ നമുക്ക് അപകടം പറ്റാനൊക്കെ സാധ്യതയുണ്ട്. കാരണം ഇത് കുറച്ച് നല്ല ടൈറ്റിലാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ബലത്തോട് കൂടിയിട്ടാണ് അമ്പ് പോയി തറയ്ക്കുന്നത്. അതുകൊണ്ട് ആരും ട്രൈ ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ വലിയവർ മുതിർന്നവർ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കുട്ടികൾക്ക് കളിക്കാനും കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ ഈ തോക്കും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.